പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 8-ാം തിരുവചനം. ഈശോയിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് തിരുസഭ അപ്പസ്തോലനായ വിശുദ്ധ യോഹന്നാൻ തിരുനാൾ ആഘോഷിക്കുകയാണ്. സുവിശേഷത്തിൽ അദ്ദേഹത്തെ യേശു സ്നേഹിച്ച ശിഷ്യൻ, അന്ത്യ അത്താഴവേളയിൽ യേശുവിന്റെ മാറിൽ ചാരിയിരുന്നവൻ, കുരിശിന്റെ ചുവട്ടിൽ നിന്നവൻ എന്നിങ്ങനെയെല്ലാം വിശേഷിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഈശോയുടെ മരണശേഷം പരിശുദ്ധ അമ്മയെ പരിപാലിക്കുവാനുള്ള ഭാഗ്യവും യോഹന്നാൻ ലഭിച്ചു. ഈശോ എല്ലാ ശിഷ്യരെയും സ്നേഹിച്ചുവെങ്കിലും ആ സ്നേഹം ഉൾക്കൊണ്ടതും അതിനോട് പ്രതികരിച്ചതും ഓരോ ശിഷ്യനും വ്യത്യസ്തമായ രീതിയിലായിരുന്നു. പ്രിയ ശിഷ്യനായ യോഹന്നാൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി യേശുവിന്റെ കല്ലറയ്ക്കലെത്തി വിശ്വാസത്തോടുകൂടി പത്രോസ്ലീഹ വരുവാനായി കാത്തുനിന്നു. സ്നേഹിക്കുന്നവന് വിശ്വസിക്കുവാനും എളുപ്പമാണ്. ആദ്യം പത്രോസ്ലീഹ കല്ലറയുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ യോഹന്നാൻ അവസരം നൽകി. അന്ത്യത്താഴത്തിലെ സ്നേഹത്തിന്റെ കൽപ്പന അവസാനം വരെ ജീവിക്കുവാൻ യോഹന്നാൻ സാധിച്ചു. നമ്മുടെ ജീവിതയാത്രയിൽ ഈശോയെ കണ്ടുമുട്ടുവാൻ ആവേശത്തോടുകൂടെ നമുക്കും ഓടാൻ സാധിക്കണം. അനുദിന ജീവിതത്തിൽ യേശു സാന്നിധ്യം അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ എന്ന് നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.